ഗായ്സ്, ഈ കാണുന്ന ബീഫ് സ്റ്റിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പാലക്കാടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഷെഫ് ഹൗസിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മഷ്വാക ചിക്കൻ എത്തി, പിന്നെ കബ്സ റൈസ് എത്തി, പിന്നെ കുറച്ച് നേരത്തിന് ശേഷം തന്നെ മസ്ദൂർ റൈസ് എത്തി. ചിക്കനെല്ലാം ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് പറയും? കൊള്ളാല്ലേ? എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? 25 മിനിറ്റിന്റെ കുക്കിങ്ങിന് ശേഷം അവർ ഞങ്ങളുടെ ടെൻഡർ ലൈൻ കൊണ്ടെത്തിച്ചു. മീറ്റിന്റെ ഈ കളർ കാണുമ്പോൾ ഡിസ്റ്റർബ് ആവില്ല. നമ്മളെ നോർമൽ മീറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനത്തെ മീറ്റ് കഴിക്കുന്ന സമയത്ത് ബെനിഫിറ്റ് കൂടുതൽ ഹെൽത്തിനകത്ത് പ്രോട്ടീൻസിൻ്റെ അളവും കാര്യവും കൂടുതലായി ഈ മീറ്റ്. മറ്റേ ബീഫിൽ എല്ലാം തീർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. കുറേ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ എല്ലാം പോയി കിട്ടും. അപ്പോൾ അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തേക്ക് കുറേ പ്രോട്ടീൻ കിട്ടുള്ളൂ. അങ്ങനെ അവസാനം എല്ലാം കഴിച്ച് തീർത്തു. പിന്നെ കുറച്ച് റൈസൊക്കെ ബാക്കി വന്നു. പക്ഷേ ചിക്കനും ബീഫും എല്ലാം എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാം കഴിച്ച് തീർത്ത്. പക്ഷേ റൈസ് മാത്രം കുറച്ച് ബാക്കി വന്നു. എത്ര കഴിക്കാൻ നോക്കിയിട്ട് ആ റൈസ് മാത്രം ഫുള്ളായി കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. ക്ഷമിക്കൂ പ്ലീസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെയാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം വിനയ് ഉദയകുമാർ. ബൈ.